ഓക്കെ. ഇനി കുറേ കാലമായിട്ടുള്ള ചിലപ്പോൾ എന്നെ മാത്രമല്ല എല്ലാവരുടെയും ഡൗട്ടായിരിക്കും. ചിലപ്പോൾ ഡോക്ടറിന് അതിന് നല്ല ഉത്തരം പറയാൻ പറ്റുമായിരിക്കും. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ അനുഭവിക്കുന്ന ഈ സ്ട്രെസ്സ്, ആൻസൈറ്റി, ഡിപ്രഷൻ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഡെഫിനറ്റായിട്ടുണ്ട്. ഉണ്ട്. കാരണം ഈ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു റൂട്ട് കോസ് പല ഘടകങ്ങളുണ്ടാവാം. ഒരു കാരണമെന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസസ് ആണ്. നമ്മളിപ്പോൾ സ്ട്രെസ്ഡ് ആവുന്നു എന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും അതിനെ ഞാൻ വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ കോർട്ടിസോൺ ലെവൽ കൂടിയിരിക്കുന്നു എന്ന് പറയാം. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു പറഞ്ഞാൽ സെറട്ടോണിൻ പോലുള്ള ചില ഹോർമോൺസിൻ്റെ ലെവൽസ് കുറയുന്നുണ്ടാവാം. ഈ സെറട്ടോണിൻ എന്ന് പറയുന്ന ലെവൽ, സെറട്ടോണിൻ മാത്രം എടുത്തു നോക്കാം. എല്ലാവരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു ഹോർമോണാണല്ലോ സെറട്ടോണിൻ, ഹാപ്പി കെമിക്കൽ എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ സെറട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലാണ് ഇത് കാണപ്പെടുന്നത് കൂടുതലായിട്ടും. ഓക്കെ. അതുകൊണ്ടാണ് നമ്മുടെ ഡിപ്രഷനും സന്തോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പക്ഷേ ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 94% ഗട്ടിലാണ്. ഓക്കെ. ബ്രെയിൻ അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗട്ടിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറഞ്ഞൊരു ആക്സിസ് ഉണ്ട്. അതിലൂടെയാണ് ഇത് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. ഇത് പ്രവർത്തിക്കുന്ന ബ്രെയിനിലായിരിക്കും, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഗട്ടിലാണ്. 94% സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗട്ടിലാണ്. എങ്ങനെയാണ് ഗട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക? അതിന് വേണ്ടുന്നത് എൽ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് നമ്മളുടെ ഗട്ടിലെത്തണം. ഈ എൽ ട്രിപ്റ്റോഫാൻ എത്തിക്കഴിഞ്ഞാൽ അതിനെ നമ്മളുടെ ചില പ്രത്യേക തരത്തിലുള്ള പ്രോസസ്സ് നമ്മളുടെ ഗട്ടിൽ നടന്ന് അതിനെ സെറട്ടോണിനാക്കി മാറ്റുന്നു. ഈ എൽ ട്രിപ്റ്റോഫാൻ എവിടെ നിന്നാണ് കിട്ടുക? എൽ ട്രിപ്റ്റോഫാൻ കിട്ടുന്ന ഏറ്റവും റിച്ചസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് മുട്ട, ഡയറി പ്രോഡക്ട്സ്, ഡാർക്ക് ചോക്ലേറ്റ്. ഇപ്പോൾ ചോക്ലേറ്റും സന്തോഷമായിട്ടുള്ള ബന്ധം മനസ്സിലായില്ലേ? ഡാർക്ക് ചോക്ലേറ്റ്, ചിക്കൻ, ഇതുപോലുള്ള എല്ലാം എൽ ട്രിപ്റ്റോഫാൻ ഉണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് ദുഃഖം തോന്നി, അല്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആണെന്ന് വിചാരിച്ച് ഞാൻ കുറേ പോയിട്ട് ചോക്ലേറ്റ് കഴിക്കാൻ തുടങ്ങാമെന്ന് വെച്ചുള്ള ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഒരു വ്യത്യാസം ഉണ്ടാവില്ല, ദുഃഖം കൂടുന്നു മാത്രമേ ഉള്ളൂ. കാരണം അവർ തടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. റീസൺ, ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഈ സാധനത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ചില ആൾക്കാർ നമ്മുടെ ഗട്ടിലുണ്ട്. അതിന് ഗട്ട് ബാക്ടീരിയ എന്ന് പറയും. ഓക്കെ. ഈ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് അമിനോ ആസിഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് അതിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗട്ട് ബാക്ടീരിയ അയാളുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മളിത് കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തോടൊപ്പം തന്നെ നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത്, ഇത് രണ്ടും വളരെ ക്രൂഷ്യലാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും. അത് ടെൻഷൻ ആവട്ടെ, സ്ട്രെസ് ആവട്ടെ, ഡിപ്രഷൻ ആവട്ടെ, എന്തും ആവട്ടെ. സോ ഭക്ഷണമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ 100% ഉണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മളുടെ ഹാപ്പി ഹോർമോൺസ് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും സപ്ലിമെൻറ്റ്സ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലുണ്ടോ? സപ്ലിമെൻറ്റുകൾ ഉണ്ട്. ഇപ്പം 5-HTP ഹോർമോൺസ് എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. ഓക്കെ. പക്ഷേ അത് റൂട്ട് കോസ് അറിയാതെ നമ്മൾ കഴിച്ചിട്ട് വലിയ കാര്യമില്ല. ഇപ്പോൾ എൽ ട്രിപ്റ്റോഫാൻ തന്നെ നമ്മളുടെ പല പ്രോട്ടീൻ പൗഡേഴ്സും വാങ്ങിക്കുമ്പോൾ അതിനകത്ത് എൽ ട്രിപ്റ്റോഫാൻ ഉണ്ടാവും. ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് പ്രോട്ടീനകത്തുള്ളതാണ്. അതുണ്ടാവും. പിന്നെ മുട്ട, ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഹാപ്പിനെസ് കെമിക്കലിനെ കൂട്ടാവുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ ഇതിനെ ഉണ്ടാക്കി ഇതിനെ മാനുഫാക്ചർ ചെയ്യേണ്ട പാർട്ടി അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ നടക്കില്ല. ഓക്കെ. അപ്പം നമ്മൾ ഗട്ടിനെ ആദ്യം ഫോക്കസ് ചെയ്യുക, ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പിന്നീട് നമ്മൾ സപ്ലിമെൻറ്റ്സും ഭക്ഷണവും ഒക്കെ കാര്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈവൻ പല കേസുകളും, ഈ പറയുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ കേസുകളും അതിൻ്റെ റൂട്ട് കോസ് കിടക്കുന്നതും അതിനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതും ഗട്ടിലാണ്, ബ്രെയിനിലല്ല. ഓക്കെ. ഒരു 30കൾക്ക് ശേഷമുള്ള നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കോൺഷ്യസ് ആവുക, നമ്മളുടെ സ്കിന്നിൽ, നമ്മളുടെ ഹെൽത്തിൽ, ഡയബറ്റിക്സ് ഒക്കെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സീരിയസ് ആവുക, ചിന്തിക്കുക. 30കൾക്ക് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിന് ചെയ്യാൻ പറ്റുന്ന ബയോ ഹാക്സ് എന്തൊക്കെയാണെന്നാണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കുക? എന്നോട് ചോദിച്ചാൽ അത് കേൾക്കുമ്പോൾ ഇതിലും കുറച്ച് ബയാസ്ഡ് ആയിട്ട് തോന്നുന്നു. എങ്കിൽ പോലും എന്നോട് ചോദിച്ചാൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജനറ്റിക് പ്രൊഫൈൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം ഇനിയുള്ള കാലത്ത് അത് വളരെ ക്രിട്ടിക്കലാണ്. നമ്മൾ പാസ്പോർട്ട് ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ, എന്താണ്, ഏത് ഫുഡാണ് എനിക്ക് വർക്ക് ചെയ്യുന്നത്, ഏത് ഫുഡാണ് എനിക്ക് വർക്ക് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഏത് എക്സസൈസ് എനിക്ക് വർക്ക് ചെയ്യും, ഏത് എക്സസൈസ് വർക്ക് ചെയ്യില്ല, എന്ത് മെഡിക്കേഷൻ വർക്ക് ചെയ്യും, എന്ത് മെഡിക്കേഷൻ, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് എല്ലാ സൊല്യൂഷനും ആയെന്നല്ല, ദാറ്റ് വൺസ് ഇൻ എ ലൈഫ് ടൈം അത് നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്കിലൂടെയാണ് മരിച്ചത്. അദ്ദേഹത്തിന് ആദ്യം അറ്റാക്ക് വന്നത് 50 വയസ്സുള്ളപ്പോൾ തന്നെ വന്നിരുന്നു. പിന്നെ രണ്ടാമത്തേലാണ് അദ്ദേഹം പോയത്. അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, അമ്മ അങ്ങനെയാണ് പോയത്. അപ്പം അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാനാണെങ്കിൽ എന്നെ ചിന്തിക്കുമല്ലോ, നമുക്ക് ഈ രണ്ടും ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, ഈ ജീനുകൾ എന്നിലുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇത് പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ
ഈ ജീൻ ഇപ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ അത് 50 വയസ്സായപ്പോൾ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. എന്താണ് 50 വയസ്സ് വരെ സംഭവിക്കാത്ത എന്താണ് 50 വയസ്സിൽ ട്രിഗർ ഉണ്ടായത്? അല്ലെങ്കിൽ അമ്മയുടെ ക്യാൻസർ ഈ പറയുന്ന ജീനുകൾ എങ്ങനെ ട്രിഗേർഡായി? ഇപ്പം എല്ലാം ജനറ്റിക് ആവണമെന്നില്ല കേട്ടോ, പക്ഷേ എങ്കിലും ഒരു ജനറ്റിക് ക്രോസും കൂടെ ഉണ്ടാവാം. ഞാനതുകൊണ്ട് തന്നെ ഈ എപ്ലിമോ എന്നുള്ള നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ അറിയാം എൻ്റെ ഉള്ളിൽ കൊറോണറി ആർട്ടറി ഡിസീസിനുള്ള ജീൻ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. ഓക്കെ, ഈ ജീൻ ഉറക്കത്തിലാണെന്ന് എനിക്കിപ്പോൾ അറിയാം. ഉണരുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്ന ട്രിഗർ എന്താണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ആ ട്രിഗറിനെ ഞാൻ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാവുന്നിടത്തോളം കാലം എന്നെ സംബന്ധിച്ച് ഈ ഡിസീസിനെ കുറിച്ച് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ മുതൽ നമ്മൾ ബേസിക്കലി ആ സമയം മുതലാണ് നമ്മൾ കുറച്ചുകൂടെ ഹെൽത്ത് കോൺഷ്യസ് ആവുന്നതും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളുടെ ഈ പറയുന്ന തരത്തിലുള്ളൊരു പ്രൊഫൈലിംഗ് ഒന്ന് ചെയ്തു വെക്കുക. ദെൻ യു നോ എക്സാക്ട്ലി വാട്ട് വർക്ക്സ് ഫോർ യു, വാട്ട് ഡസൻ വർക്ക് ഫോർ യു. ഓക്കെ, ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു AI ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കോൺസിയർജും കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പലപ്പോഴും നമുക്കറിയില്ല. ഇപ്പോൾ തായ്ലൻഡിൽ പോകുന്നു, അവിടുത്തെ ഭക്ഷണക്രമം തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവിടെ ഉപയോഗിക്കുന്ന ഓയിൽ വ്യത്യസ്തമാണ്. ഈ ഓയിൽ ഏതെങ്കിലും കാരണവശാൽ നമ്മളിലുള്ള ഏതെങ്കിലും ജീനിനെ ട്രിഗർ ചെയ്യുന്നതാണോ നമുക്കറിയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചേഞ്ച് ഇൻ സിപ്പ് കോഡ് തന്നെ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് താമസം മാറ്റുന്നത് തന്നെ മരണകാരണം വരെ ആകാം എന്ന് പറയാനുള്ള കാരണം. ഇപ്പം ഞാൻ എൻ്റെ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ വേണ്ടുന്നു ആ ആപ്പിനകത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ജപ്പാനിലേക്കൊന്ന് ട്രാവൽ ചെയ്യുകയാണ്, ഏതൊക്കെ ഡിഷ് ഞാൻ അവിടെ പോകുമ്പോൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് നമ്മുടെ ഹെൽത്ത് കോൺസിയർജ് പറയും. നിങ്ങളുടെ ജനറ്റിക് പ്രൊഫൈലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് റിപ്പോർട്ടും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് ഇന്ന സാധനങ്ങൾ കഴിക്കരുത്. അപ്പോൾ നമുക്ക് കുറേ കൂടി ലൈഫിനെ കുറേ കൂടെ മാനേജ് ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ടെക്നോളജിയെ ശരിക്കും യൂസ് ചെയ്യുക. 30s ആൾക്കാരെല്ലാം ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഹെൽത്തിൻ്റെ പോയിന്റിൽ കുറേ കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സ്മാർട്ട് വെയറബിൾ കയ്യിലുണ്ടാവുക. അത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ സ്മാർട്ട് റിംഗ് ആണ്, അല്ലെങ്കിൽ അതുപോലെ വേണമെങ്കിൽ ഒരു ആപ്പിൾ വാച്ച് ആവാം, അല്ലെങ്കിൽ ഒരു വൂപ്പ് ആവാം. പൈസയൊക്കെ കുറച്ചുകൂടെ അഫോർഡ് ചെയ്യാവുന്നതാണെങ്കിൽ വൂപ്പ് ആവാം. വൂപ്പ് വളരെ പ്രിസൈസാണ് ഡേറ്റ. അപ്പം ഇത് നിങ്ങൾക്ക് കുറേ കൂടെ ക്ലിയർ ആയിട്ടുള്ള ഡേറ്റ കിട്ടും. ഇപ്പം നമ്മളുടെ ആപ്പിനകത്ത് ട്രിഗർ എന്ന് പറയുന്ന ആപ്പാണെങ്കിൽ പോലും അത് ഇപ്പോൾ ഇപ്പോൾ നിങ്ങളെടുത്തിട്ട് ജസ്റ്റ് ഒരു 45 സെക്കൻഡ്സ് അതിനകത്തൊരു ഫേസ് സ്കാൻ ഉണ്ട്. ഒരു 45 സെക്കൻഡ്സ് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ 15 ഹെൽത്ത് പാരാമീറ്റേഴ്സ് റീഡ് ചെയ്തിട്ട് പറയും, ബോഡി ടച്ച് ചെയ്യാതെ. പൾസ് റേറ്റ് പറയും, ഓക്സിജൻ സാച്ചുറേഷൻ കിട്ടും. അങ്ങനെ ഒരു 15 നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവേഷൻ എന്തുമാത്രം, സ്ട്രെസ് എത്രമാത്രം ഉണ്ട്, എല്ലാം റീഡ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഉള്ളതാണ്, ആർക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. TRIGR എന്നാണ് ആ ആപ്പിൻ്റെ പേര്. പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പ് സ്റ്റോറിലുണ്ട്. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് സ്കാനൊക്കെ ഫ്രീ ആണ്. ഇപ്പോൾ നമ്മളതൊന്നും ചാർജ് ചെയ്തിട്ടില്ല, ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ കൊടുത്തിരിക്കുക. അപ്പോൾ സോ ഇത്തരത്തിലുള്ള ടെക്നോളജികളെ മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് മെഷർ, മോണിറ്റർ, മാനേജ് എന്ന് പറയുക. അതായത് നമ്മളുടെ മെഷർ ചെയ്യുന്നത്, മോണിറ്റർ ചെയ്യുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇഗ്നോറൻ്റ് ആവേണ്ട ആവശ്യമില്ല. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഇന്ന് ടെക്നോളജി അത്ര അഡ്വാൻസ്, നമുക്ക് അത്ര ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഒരു ഡോക്ടറിന് മുമ്പിൽ പോയിരിക്കുമ്പോൾ ഇന്നലത്തെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു പറയേണ്ട ആവശ്യമില്ല. ഞാനെടുത്ത് കാണിക്കുക, എൻ്റെ സ്ക്രീൻ കാണിക്കും, ആക്യുറേറ്റ് ആയിരിക്കും കുറച്ച്. എനിക്ക് അപ്പോൾ ഡോക്ടർക്ക് കണ്ടാൽ അറിയാം ഇത്ര REM സ്ലീപ്പ് എത്ര കിട്ടി, ഡീപ്പ് സ്ലീപ്പ് എത്ര കിട്ടി. ഓ അത് ശരി സജീവ്, അപ്പോൾ ഇന്നലെ ഡീപ്പ് സ്ലീപ്പ് വളരെ കുറവായിരുന്നല്ലോ, മിനിയാന്ത് കാണട്ടെ എന്ന് ചോദിച്ചാൽ മിനിയാന്ത് നോക്കുമ്പോൾ മിനിയാന്ത് നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് കുറവാണ്. ദാറ്റ് മീൻസ് ദർ ഇസ് സംതിങ് വിച്ച് ഇസ് ഗോയിങ് റോങ്. അപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ ഡോക്ടേഴ്സും, അതേസമയം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടേഴ്സ് കോൺഫറൻസിൽ എന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞു ഡോക്ടേഴ്സും ഇതെല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്ത് പഠിച്ചേ പറ്റൂ ഇപ്പോൾ. കാരണം ഞാൻ കരുതുന്ന വരുന്നൊരു 3 വർഷത്തിനകം വലിയ 2 മാറ്റങ്ങളുണ്ടാവും. ഒന്ന്, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്താ ജെൻസീസ് ഉൾപ്പെടെയുള്ളവർ കയ്യിൽ പിടിച്ചു നോക്കാനൊന്നും അവർ സമ്മതിക്കാൻ പോകുന്നില്ല. അവർ സ്ക്രീൻ കാണിക്കും. ഡോക്ടർ കഴിഞ്ഞ ഒരാഴ്ചത്തെ റീഡിങ് ഇതാണ്, എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ പക്ഷേ എന്തോ സംതിങ് ഈസ് റോങ്, ക്യാൻ യു ജസ്റ്റ് ഐഡൻറ്റിഫൈ എന്ന് ചോദിച്ചാൽ അതൊന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. ആ സമയത്ത് ഞാൻ ഒക്കെ ഇപ്പോഴത്തെ കാലത്തെ ഉള്ള ആളാണ്, ഞാൻ അതിൻ്റെ മുമ്പുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സെയിം വേ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അവെയർ ആവേണ്ടത് 30 വയസ്സെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഈ 30 വയസ്സുള്ള ഒരാൾക്ക് കൂടുതൽ ആൾക്കാരും ഇന്ന് 30 വയസ്സ് തന്നെ 50 വയസ്സായി കഴിഞ്ഞവരാണ്. അതാണ് നമ്മൾ പറയുക ബയോളജിക്കൽ ഏജ് എന്ന് പറയും. ഇപ്പം നമ്മൾ എപ്പോഴും 30, 35 എന്നൊക്കെ പറയുന്നത് കലണ്ടർ നോക്കിയിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ്. നമ്മുടെ ശരീരത്തിന് അത് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു ബന്ധവുമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഏജ് എന്ന് പറയുന്നതിന് ബയോളജിക്കൽ ഏജ് എന്ന് പറയും. ഭൂരിഭാഗം ആൾക്കാർ എന്തുകൊണ്ടാണ്, ഇപ്പം നമ്മൾ നേരത്തെ ഒരിക്കൽ ചോദിച്ചില്ലേ 40 വയസ്സിൽ എന്തുകൊണ്ട് ആൾക്കാർക്ക്
പെട്ടെന്ന് മരണം ഉണ്ടാവും എന്നൊക്കെ പല ആൾക്കാർക്കും. മെയിൻ റീസൺ 40 വയസ്സാകുമ്പോൾ തന്നെ അവർ 70 വയസ്സായി കഴിഞ്ഞു ബയോളജിക്കലി. അപ്പം അവരുടെ സെല്ലുകൾ അത്രയും ഫാസ്റ്ററായിട്ട് ഏജ് ചെയ്തു. ആ സമയത്ത് വരേണ്ട അസുഖങ്ങൾ ഇപ്പം തന്നെ വന്നു തുടങ്ങി. ഓക്കെ, മനസ്സിലായി ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഒരു വളരെ ക്രിട്ടിക്കൽ ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബയോളജിക്കൽ ഏജ് എങ്ങനെ നമ്മുടെ കൺട്രോൾ വരുതിയിലേക്ക് വരുത്താൻ സാധിക്കണം. ഇപ്പോൾ നമ്മൾ പല ഫിലിം സ്റ്റാർസിനെ കുറിച്ചൊക്കെ പറയും, ഇവരെങ്ങനെ യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്നു ചോദിച്ചാൽ ബേസിക്കലി അവരുടെ ബയോളജിക്കൽ ഏജ് മെഷർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവരുടെ കലണ്ടർ ഏജ് അല്ലെങ്കിൽ ക്രൊണോളജിക്കൽ ഏജിനൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു 30s തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതം മനോഹരമാക്കാം. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല ടെക്നോളജിയുടെ കാര്യം. ഇപ്പോൾ ഡോക്ടർ ഒരു സ്മാർട്ട് റിംഗ് വെയർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഉറക്കം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ AIs ഉണ്ട്. അപ്പോൾ ഈ ബയോ ഹാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള ടെക്നോളജീസ് ഇപ്പോൾ നിലവിലുള്ളത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയങ്കര ജനപ്രിയമായിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇതിൻ്റെ സംഭവം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ സ്മാർട്ട് റിംഗ് 3 ഫാക്ടേഴ്സാണ്. മൂന്നും ടെക്നോളജിയിൽ വന്നിട്ടുള്ള അഡ്വാൻസ്മെൻറ്റുകൾ. അത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹെൽത്ത് ഇൻഡസ്ട്രിയാണ്. ഒന്ന് ജനറ്റിക്സ്. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മുടെ അസുഖങ്ങളെ മുന്നിൽ കണ്ട് നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. 2003 ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ജനറ്റിക്സിൽ ഇത്രമാത്രം വലിയൊരു റെവല്യൂഷനൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ആൾക്കാർ അവെയറായി വരുന്നേ ഉള്ളൂ. സോ യു നോ വാട്ട് ഈസ് ഇൻ സ്റ്റോർ ഫോർ യു ജനറ്റിക്സിലേക്ക് വരുമ്പോൾ. AI വന്നു കഴിയുമ്പോൾ ഈ ഡേറ്റ, അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രസൻറ്റ് ഹെൽത്തിനെയും ജനറ്റിക് ഇൻഫർമേഷനെയും കോറിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യവും, നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോകുന്നത് ആ ഒരവസ്ഥ മാത്രം പോകേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് എന്ത് കാര്യവും, നിങ്ങൾക്കൊരു ഒരു ദിവസം രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹെഡ് ഭയങ്കര ഹെവിയാണ്. സോ യു ക്യാൻ ആക്ച്വലി ആസ്ക് ദി കോൺസിയർജ് ഹെൽത്ത് അസിസ്റ്റൻറ്റിനോട് ചോദിക്കാം, AIയോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് എൻ്റെ ജനറ്റിക് പ്രൊഫൈലും മെറ്റബോളിക് പ്രൊഫൈലും വെച്ചിട്ടൊന്ന് പറയൂ, എന്തെങ്കിലും എനിക്ക് പ്രശ്നമുണ്ടോ. അപ്പോൾ അങ്ങനെ പ്ലസ് ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ ആപ്പിൻ്റെ തന്നെ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്മാർട്ട് റിങ് അതുപോലെ വാച്ചിൽ നിന്നൊക്കെ വരുന്ന ഡേറ്റ ഉണ്ടല്ലോ, ഈ ഡേറ്റയും കൂടെ നമ്മൾ ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഹെൽത്ത് അസിസ്റ്റൻറ്റ് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിരിക്കും. സുഹൃത്ത്, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ രാത്രിയിൽ ഇന്നലെ ഉറങ്ങിയ സമയത്ത് ഡീപ്പ് സ്ലീപ്പ് ആകെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പുള്ളി വ്യക്തമായിട്ട് പറയും. സമാധാനമായിട്ട് നമുക്ക് നമ്മുടെ ജോലിക്ക് പോകാം. ഒന്നുമില്ലെങ്കിൽ വേണമെങ്കിൽ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ നാപ്പ് എടുത്താൽ ശരിയാവുന്നുള്ളൂ ചിലപ്പം നമ്മുടെ AI അസിസ്റ്റൻ്റ് തന്നെ പറഞ്ഞു തരും. മൂന്നാമത്തെ ടെക്നോളജി വന്നിട്ടുള്ള മാറ്റം IoT ആണ്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഈ സ്മാർട്ട് റിംഗ് എന്നൊക്കെ പറയുന്നത് IoT ബേസ്ഡ് ടെക്നോളജിയാണ്. അപ്പോൾ ഈ സ്മാർട്ട് റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് ശരിക്കും മുഴുവൻ സെൻസേഴ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ സെൻസേഴ്സ് കണ്ടിന്യൂസ്ലി റീഡ് ചെയ്യാണ് നമ്മളുടെ എന്തൊക്കെ പാരാമീറ്റേഴ്സ് റീഡ് ചെയ്യണോ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ റീഡ് ചെയ്യുന്നത് എൻ്റെ മൊബൈലിൽ ഇപ്പോൾ കാണാം. സോ അപ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ്, ഇപ്പോൾ ഞാൻ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹാർട്ട് റേറ്റിൻ്റെ വേരിയേഷൻ എന്തുമാത്രം വേരി ചെയ്യുന്നുണ്ട്, റെസ്പിറേഷനിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, ഇതെല്ലാം അതിനകത്ത് കാണാം. അതുപോലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് സ്ലീപ്പ്, നമ്മൾ ഈ സിനിമയിലൊക്കെ പറയുന്ന ഈ നിദ്രയുടെ അഗാധത എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാൽ ഈ ഡീപ്പ് സ്ലീപ്പ് എന്തുമാത്രം കിട്ടി, REM സ്ലീപ്പ് എന്തുമാത്രം കിട്ടി. ഇപ്പം ചില ആൾക്കാർ പറയുമല്ലോ, നല്ല ആരോഗ്യം വേണമെങ്കിൽ നല്ല ഉറക്കം വേണം. നല്ല സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ ഇതെങ്ങനെ കണ്ടുപിടിക്കും? 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങണം. 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങിയിട്ട് തലപെരുത്ത് രാവിലെ എണീറ്റ് വരുന്ന ആൾക്കാരെ എനിക്കറിയാം. അതേസമയം 4 മണിക്കൂർ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് ഫുൾ എനർജി നിൽക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ എന്താണ് നല്ല സ്ലീപ്പ്? അപ്പോൾ ബേസിക്കലി നമ്മുടെ സ്ലീപ്പിനകത്ത് സൈക്കിൾസ് ഉണ്ട്. അതായത് REM സൈക്കിൾ എന്ന് പറയും, REM, അതുപോലെ നമ്മൾ ഡീപ്പ് സ്ലീപ്പ്, ലൈറ്റ് സ്ലീപ്പ്. അപ്പോൾ അങ്ങനെ ഒരു 3-4 സൈക്കിള്, 3-4 തവണ നമ്മളിങ്ങനെ ഈ സൈക്കിളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് സ്ലീപ്പ്. എൻ്റെ റിപ്പയർ വർക്കും റിക്കവറിയൊക്കെ നടക്കുന്ന ഈ ഉറക്കത്തിൻ്റെ സമയത്താണ്. അപ്പോൾ ഇത് നമ്മൾ മെഷർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വയം നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും നമ്മൾ എന്തുമാത്രം ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഫേസ് സ്കാൻ, ഇപ്പോൾ ഞങ്ങളുടെ ട്രിഗർ ആപ്പിൽ തന്നെ ഫേസ് സ്കാൻ ഉണ്ട്. അപ്പോൾ എനിക്കൊരു സ്ട്രെസ്സ് തോന്നുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഒന്ന് ഫേസ് സ്കാൻ ചെയ്ത് നോക്കിയാൽ എൻ്റെ സ്ട്രെസ് ലെവൽ എത്രയാണെന്ന് എനിക്കറിയാം. അതായിരുന്നു ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത്. അതായത് നമുക്കിപ്പോൾ ഭയങ്കര ഡിപ്രഷൻ്റെ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തുകയാണെന്ന് വിചാരിക്കുക, ഭയങ്കര ആൻസൈറ്റി ഉണ്ടാവുന്ന ആൾക്കാരുണ്ടായിരിക്കും, സ്ട്രെസ്സ് കൂടുതലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇതേ ആപ്പിനോട് നമ്മൾ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ഡിപ്രഷൻ ഉണ്ട്, അതിൻ്റെ റീസൺ ഈ പറഞ്ഞ പോലെ ആപ്പ് ചോദിക്കാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ഈ വേറബിൾ ഡാറ്റ ഇൻ്റഗ്രേഷൻ ആയിട്ടില്ല. വേറബിൾ ഡാറ്റയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിന് കുറച്ചുകൂടെ പ്രിസൈസായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന അസിസ്റ്റൻറ്റിന് പറഞ്ഞു തരാൻ പറ്റും. കാരണം നമുക്ക് ജനറ്റിക്കലായിട്ട് പോലും സ്ട്രെസ്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതായത് പല ആൾക്കാരുടെ ധാരണ സ്ട്രെസ്സും ജനറ്റിക്സുമായിട്ട് ഒരു ബന്ധമില്ല എന്നാണ്. അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ ചില ജീനുകളുണ്ട്, ഈ സ്ട്രെസ് റെസിലിയൻസ് എന്ന് പറയും. അതായത് സ്ട്രെസ്സിനെ താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി.
അപ്പോൾ ചില ആൾക്കാരിൽ ചില പർട്ടിക്കുലർ ജീൻ വേരിയൻസ് ഉണ്ട്, അത് ഓൺ ആവുന്ന സമയത്ത്, അത് എക്സ്പ്രസ്ഡ് ആവുന്ന സമയത്ത് അവരുടെ റെസിലിയൻസ് താഴോട്ട് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ റെസിലിയൻസ് താഴോട്ട് പോകുക പറഞ്ഞാൽ അവർ ഇതുവരെ നന്നായിട്ട് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്തിരുന്നു, ഓൾ ഓഫ് എ സഡൻ ഇവർക്ക് സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ആൻറ്റർപ്രന്യൂവേഴ്സിൽ ഒത്തിരി പേര് ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് അത്. ഇവരൊരു പ്രശ്നമില്ലാതെ ഞാൻ പോയിക്കൊണ്ടിരുന്നതാണ്, ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്ത ആളാണ്, ഇപ്പോൾ പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ സ്ട്രെസ് റെസിലിയൻസ് പോയി എന്ന് പറയുമ്പോൾ ആ ജീൻ, ആ സ്ട്രെസ് റെസിലിയൻസ് ബ്രേക്ക് ആക്കുന്ന ജീൻ ഓണായി. അത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഓൺ ആക്കുന്ന ഫാക്ടർ എന്താണെന്നുള്ളതാണ്. ആ ഓൺ ആക്കുന്ന ഫാക്ടറിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയാൽ ഇവരെപ്പോഴും സ്ട്രെസ് റെസിലിയൻ്റ് ആയിരിക്കും. ഏത് വലിയ സ്ട്രെസ് വന്നാലും അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ആൾക്കാരിലും കാണുന്നത് ഈ സ്ട്രെസ് റെസിലിയൻസ് ലോ സ്ട്രെസ് റെസിലിയൻസിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ജീൻ വേരിയൻ്റുള്ള മിക്ക ആൾക്കാരിലും അവർക്ക് മഗ്നീഷ്യം എന്നുള്ളൊരു മിനറലിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറവായിരിക്കും. നമ്മുടെ ഒബ്സർവേഷൻ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ അവരോട് മഗ്നീഷ്യം സപ്ലിമെൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അതുകൊണ്ട് മഗ്നീഷ്യം സപ്ലിമെൻറ്റ് ചെയ്യുന്നിടത്തോളം കാലം അവർക്ക് എത്ര സ്ട്രെസ് വേണമെങ്കിൽ അവർക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ലൈഫിനെ കുറേ കൂടെ ഡിസൈൻ ചെയ്യാം.